ബി.ജെ.പിയുടെ ഒരു പൊതുയോഗം നടക്കുകയാണ്. അവർ എഴുന്നേറ്റ് വന്ദേമാതരം ചൊല്ലുന്നു. അപ്പോൾ അത് കേട്ടുകൊണ്ട് ആരെങ്കിലും ഇരിക്കുകയോ മറ്റോ ചെയ്താൽ അത് ഡിസ്റെസ്പെക്റ്റ് ആണെന്ന് പറഞ്ഞ് ഇവർ കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിൻ്റെ കാലത്ത് മുസ്ലിം പ്രീണനത്തിൻ്റെ ഭാഗമായി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മുസ്ലിം പ്രീണനത്തിൻ്റെ ഭാഗമായി ഒഴിവാക്കിയ സ്റ്റാൻസ് കൂടി ഞങ്ങളിത് ഉൾപ്പെടുത്തുന്നു എന്നാണ് ആ സന്ദേശം. അത് ഉൾപ്പെടുത്തുന്നത് മാത്രമല്ല എല്ലാവരും കൊണ്ടും പാടിപ്പിക്കും. ഓക്കെ, അത് പാടിപ്പിക്കും എന്ന് സർക്കാർ വാശി കൊടുക്കുമ്പോൾ സർക്കാർ ആദ്യം ചെയ്യേണ്ടത് ഇതിന് നിയമപരമായ സ്റ്റാറ്റസ് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ മുമ്പ് പറഞ്ഞു, നിയമപരമായ സ്റ്റാറ്റസ് ഇപ്പോഴും ദേശീയ പതാകയ്ക്കും ദേശീയ ഗാനത്തിനുമാണ്, നാഷണൽ ആന്തത്തിനുമാണ്. ഈ നാഷണൽ സോങ് ആയ വന്ദേമാതരത്തിന് ഇപ്പോൾ ആ സ്റ്റാറ്റസ് ഇല്ല. എന്നിരിക്കെ അങ്ങനൊരു നിയമ ഭേദഗതി ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉള്ളത് കേവലം ഒരു ഉത്തരവ് മാത്രമാണ്, ഒരു ഗൈഡ് ലൈൻ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ നാളെ മുതൽ എല്ലാ പരിപാടികളും കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ബാധകമായിക്കൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ നടക്കുന്ന ഔദ്യോഗിക പൊതുപരിപാടികളിലൊക്കെ ഇനി നാളെ മുതൽ വന്ദേമാതരം പാടണം എന്ന് പറഞ്ഞാൽ നിയമപരമായ ബാധ്യത സംസ്ഥാന സർക്കാരിനില്ല. അതൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഗൈഡ് ലൈൻ മാത്രമാണ്. അത് നിയമപരമായി പാലിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് പൊതുപരിപാടികൾക്കോ സ്കൂളുകൾക്കോ ഒന്നും നിയമപരമായ ബാധ്യതയില്ല. എന്നിരിക്കെ അപ്പോൾ ഇതിലൊരു പ്രശ്നം, നിയമപരമായി നാളെ പൗരൻ ആരെങ്കിലും വന്ദേമാതരം പറയുന്നു. ഇപ്പോൾ ബി.ജെ.പിയുടെ ഒരു പൊതുയോഗം നടക്കുകയാണ്. അവർ എഴുന്നേറ്റ് വന്ദേമാതരം ചൊല്ലുന്നു. അപ്പോൾ അത് കേട്ടുകൊണ്ട് ആരെങ്കിലും ഇരിക്കുകയോ മറ്റോ ചെയ്താൽ അത് ഡിസ്റെസ്പെക്റ്റ് ആണെന്ന് പറഞ്ഞ് ഇവർ കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നിയമം എന്താണ്? നിയമം നിലവിലുള്ള നിയമപ്രകാരം പോലും ഒരു പൊതുപരിപാടിയിൽ ഒരാൾ ദേശീയ ഗാനം ആലപിക്കുകയാണെന്നിരിക്കട്ടെ, ജനഗണമന, അയാൾ എഴുന്നേറ്റ് നില്ലെന്ന് കരുതി കുറ്റകരമൊന്നുമില്ല. പക്ഷേ അതിനെ അവഹേളിക്കുകയോ ഒരാൾ ദേശീയ ഗാനം ആലപിക്കുന്നത് തടയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതാണ് കുറ്റകരമാവുന്നത്. മുമ്പ് തിയേറ്ററിൽ ഈ ദേശീയ ഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കേസ് ഓർമ്മയുണ്ട്. അത് സുപ്രീം കോടതി വരെ എത്തിയതാണ്. ആ കേസിൻ്റെ പേരിൽ ഇപ്പോഴും കേസുമായിട്ട് നടക്കുന്ന ആളുകളുണ്ട് കേരളത്തിൽ പോലും. അപ്പോൾ അത് മറ്റൊരു കാര്യം. അപ്പോൾ നിലവിൽ ഈ ഇറങ്ങിയിട്ടുള്ള ഗൈഡ് ലൈൻ നിയമപരമായി പാലിക്കേണ്ട ബാധ്യതയല്ല, അതൊരു ഗൈഡ് ലൈൻ മാത്രമാണ്. വന്ദേമാതരത്തിന് ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് ദേശീയഗാനത്തിൻ്റെ പദവിയോ ഒന്നും കിട്ടാനും പോകുന്നില്ല. നിയമപരമോ ഭരണഘടനാപരമായ പദവി കിട്ടാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഭരണഘടനയിൽ പറയുന്നത്, ഭരണഘടന ചൂണ്ടിക്കാട്ടും നമ്മളോട് ആദരിക്കാൻ പറഞ്ഞിട്ടുള്ളത് ദേശീയ പതാകയും ദേശീയ ഗാനത്തെയുമാണ്, വന്ദേമാതരത്തെയല്ല, നാഷണൽ സോങ്ങിനെയല്ല എന്നുകൂടി ഓർക്കണം. അതുപോലെ 1971 നിയമം ബാധകമാവുന്നത് ദേശീയ ഗാനത്തിനും ദേശീയ പതാകയ്ക്കുമാണ്. പിന്നെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം, ഒരു ഹിന്ദുത്വ ദേശീയത പുഷ് ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പല വിധത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പല തരത്തിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു ഒരു പടിയായി മാത്രമേ ഇതിനെ കാണേണ്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.